അപ്പോൾ അതെ ഇന്നത്തെ വിളവെടുപ്പാണ്. പീച്ചിങ്ങ കുറേ കിട്ടിയിട്ടുണ്ട്. ഇത്രയും ഉരുളക്കിഴങ്ങുണ്ട്. എവറി 2-3 days ഞങ്ങൾക്ക് ഇത്രയും തന്നെ പച്ചക്കറി എല്ലാ തവണയും കിട്ടുന്നുണ്ട് കേട്ടോ. ഹലോ, വെൽക്കം ടു വാച്ച് യുവർ സ്റ്റോറി. ഇത് വിദ്യയാണ്. ഇന്ന് നമ്മൾ കുറച്ചായി ഒരു വെജിറ്റബിൾ ഗാർഡൻ ഞങ്ങളുടെ അപ്ഡേറ്റ് വന്നിട്ട് ഒരു ടൂർ വന്നിട്ട് കുറേ സാധനങ്ങൾ പറിക്കാറായി. എൻ്റെ ബാക്കിലൊക്കെ ആപ്പിളൊക്കെ വീണു തുടങ്ങി നമ്മൾ പറിക്കാൻ വൈകിട്ട്. അപ്പോൾ നമുക്കിന്ന് കുറച്ച് ഞങ്ങളുടെ പച്ചക്കറി കാണിച്ചു തരാം, കുറച്ച് വിളവ് കൊടുക്കാം നമുക്ക്. അപ്പോൾ തുടങ്ങാം അല്ലേ. എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ഞങ്ങളുടെ പച്ചക്കറി ബെഡ്. മെയിനായിട്ട് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ഹോംഓണേഴ്സ് അസോസിയേഷൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, പന്തലൊന്നും ഇടാൻ സമ്മതിക്കില്ല. അപ്പോൾ നമ്മൾ ബേസ്മെന്റ് റെയിലിങ്ങിന്റെ സൈഡിലേക്കൊക്കെയാണ് പടത്തേക്കുന്നത്. കാരണം നമുക്കുള്ളത് മെയിനായിട്ട് അപ്പുറത്ത് പയറുണ്ട്, പിന്നെ ചൊരയ്ക്ക, പീച്ചിങ്ങ, തക്കാളി, ഓഫ് കോഴ്സ് മുളക്, പിന്നെ മല്ലിയും പുതിനയും എപ്പോഴും ഉള്ളതാണ്. ചീര എല്ലാം പുഴുവോ പ്രാണി എന്തോ കുത്തിപ്പോയിട്ട് അരിപ്പ പോലെയാണ് ഇതിൻ്റെ ഇലയൊക്കെ ഉള്ളത്. അത് കാരണം ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലയിൽ പ്രാണിയൊക്കെ വന്ന് തിന്നുന്നുണ്ട്. ബാക്കിയുള്ള സാധനത്തിലേക്കൊന്നും പ്രാണി വന്നിട്ടില്ല. അപ്പം ഇറ്റ്സ് മോർ ലൈക്ക് എ സാക്രിഫിഷ്യൽ ക്രോപ്പ് എന്ന് പറയില്ലേ, അതാണ്. പിന്നെ ഉള്ളത് വെണ്ട, വെള്ളരി, അമര, പിന്നെ കുറച്ച് ആകാശവഴുതന, അത് ഉണ്ടായി വരുന്നേ ഉള്ളൂ. പാവയ്ക്ക ഉണ്ട്, പക്ഷെ ഭയങ്കര ഫ്ലോപ്പായിരുന്നു നിൽക്കുമല്ല. അതിൽ പൂ പിടിക്കുന്നില്ല. നമ്മൾ ഹാൻഡ് പോളിനേറ്റ് ചെയ്താൽ പോലും പൂ പിടിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു അത് മൂക്കാണ്ടുള്ള വിത്ത് എന്തെങ്കിലും ആയിരിക്കുന്നു. കുറച്ച് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന പഴയ വിത്തും സീഡ്സ് ഓഫ് ഇന്ത്യയിൽ നിന്ന് വാങ്ങിച്ചതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്താണെന്ന് എനിക്കറിയില്ല. കാരണം പാവയ്ക്ക ഇത്തവണ ഭയങ്കര ഫ്ലോപ്പാണ്. പിന്നെ ബീൻസും ഉണ്ട് നിറച്ച്, സ്വിഷാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ, അതും ഉണ്ട്. പിന്നെ പടവലം ഉണ്ട്. പടവലം ഈ സൈഡിലുണ്ട്, അപ്പുറത്തും ഉണ്ട്. അപ്പോൾ നമുക്ക് പീച്ചിങ്ങ കുറച്ച് മൂത്ത് വരുന്നുണ്ട്, അത് പറിക്കാം അല്ലേ. നമുക്ക് പീച്ചിങ്ങ കുറച്ച് ലേറ്റ് ആയിട്ട് പൂത്തിട്ട് സെപ്റ്റംബർ ടു ഒക്ടോബർ സമയത്ത് കായ്ക്കുകയാണ്. എനിക്ക് തോന്നുന്നു 1-2 ചെടി, 2-ൽ കൂടുതലില്ല ഡെഫിനറ്റ്ലി. ഇതിൽ നിറച്ചുണ്ടായിട്ടുണ്ടെത്താണ് പീച്ചിങ്ങ. ഇതിന്റെ വിത്ത് സീഡ്സ് ഓഫ് ഇന്ത്യ എന്ന് വാങ്ങിയതാണ്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ സ്റ്റിൽ ഫ്രഷ്. ഇത് അധികം വീതി വെക്കാത്ത ടൈപ്പ് പീച്ചിങ്ങയാണ്, അത് കാരണം കിളുന്നാകുമ്പോൾ തന്നെ പറിക്കാം. നമ്മൾ മുളക് എരിവുള്ള മുളകാന്നാ പറഞ്ഞത്, പക്ഷെ ഇതിനത്ര വലിയ എരിവൊന്നുമില്ല. 2 ദിവസമായി പറിച്ചിട്ടോ, അപ്പോഴേക്കൊക്കെ ചുമന്നു. ഇവിടെ ഒരു പീച്ചിങ് ഉണ്ട്, അതായിട്ടില്ല. ഇത് വേണ്ട ട്വിൻസ് പടവലം. പടവലം ആക്ച്വലി നേരത്തെ 2-3 എണ്ണം ഉണ്ടായി, പിന്നെ കുറച്ച് എനിക്ക് തോന്നുന്നു അത് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ രണ്ടാമത് ഇപ്പോഴത്തെ പ്രൊഡ്യൂസ് ചെയ്യണം. ഇവിടെ 2 എണ്ണം ആയിട്ടില്ല പറിക്കാനായിട്ട്. നമ്മൾക്ക് കണ്ടില്ല അതിൻ്റെ ഉള്ളിൽ തക്കാളിയുടെ ഉള്ളിലായതുകൊണ്ട്, അത് കാരണം നമ്മൾ കല്ല് കെട്ടാൻ മറന്നു. ഏതാണ് ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത്. കല്ല് കെട്ടിക്കഴിഞ്ഞാൽ താഴേക്ക് കിടന്നോളൂ. തക്കാളി ഇത് ഫുൾ ചുമക്കാൻ നിൽക്കുന്നില്ല എന്ന് വെച്ചാൽ കിളികളുണ്ട് ഇഷ്ടംമാതിരി. കിളി കൊത്തി തുടങ്ങും പഴുത്ത് കഴിഞ്ഞാൽ കേട്ടോ. ഇവിടെ ഒരെണ്ണമുണ്ട്. പീച്ചിങ് എത്തണം നന്നായിട്ടുണ്ടായിട്ട്. അവിടെ അത് ആയിട്ടില്ല, ആവണേ ഉള്ളൂ. ഇത് 2 ആഴ്ച മുമ്പിലത്തുള്ള വീഡിയോ ആണ്. അപ്പോൾ ഉണ്ടായി കിടക്കുന്ന ചൊരക്കയാണ്. എൻ്റെ അടുത്ത് ഒരു ചെടിയാണ് ചൊരക്കയുടെ ഉള്ളത്. നന്നായിട്ട് ചൊരക്ക ഉണ്ടായി ഇത്തവണ. ഞങ്ങൾ ഈവൻ ചൊരക്കയുടെ ഹലുവ പോലും ഉണ്ടാക്കി. അത്രയ്ക്ക് ചൊരക്ക ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അത്. ഇവിടെ വേറെ പീച്ചിങ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചൊരയ്ക്ക ആദ്യം കുറേ ഉണ്ടായി, അത് കഴിഞ്ഞ് 2-3 ആഴ്ച സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ രണ്ടാമത് ഉണ്ടായി വരികയാണ് ചൊരയ്ക്ക. അവിടെയും ചൊരയ്ക്ക കുറേ ഉണ്ടായിട്ടുണ്ട്. പയർ ഓൾമോസ്റ്റ് നിന്നു എന്ന് എനിക്ക് തോന്നുന്നേ. ഒരു 2 പയറിന്റെ ചെടി ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ അടുത്ത്. ഓൾമോസ്റ്റ് കഴിഞ്ഞു എനിക്ക് തോന്നുന്നു. ഇവിടെ 2 എണ്ണം അതിൻ്റെ ബാക്കിൽ കിടക്കായിരുന്നു, നമ്മൾ കണ്ടില്ല. ഇത്തിരി മൂത്തൊന്നും നല്ല സംശയം ഉണ്ടായിരിക്കും. ഞാൻ മുളക് എല്ലാം ഒന്നും പറിക്കുന്നില്ല, ആവശ്യത്തിനേ പറിക്കുന്നുള്ളൂ. ഇതുമല്ല ചുമന്നൊന്ന് വരുന്നത് മാത്രമേ പറിക്കുന്നുള്ളൂ കേട്ടോ. ബിക്കോസ് ഇഷ്ടംമാതിരി മുളക് നമ്മുടെ അടുത്തുണ്ട്. സാധാരണ എനിക്കൊരു 3-4 വെണ്ടയുടെ ചെടി ഉണ്ടാവുള്ളൂ. ഇത്തവണ ഓൾമോസ്റ്റ് ഒരു 10-11 ഉണ്ട്. അതും പല ഡിഫറെൻറ്റ് ടൈപ്പ്. കൊമ്പൻ, ക്ലെംസൺ, സ്പൈൻലെസ് എന്ന് പറയുന്ന വെറൈറ്റി ഒക്കെയാണ് മെയിൻ ആയിട്ടുള്ളത്. ഇത് വൈനിങ് വെറൈറ്റി അമരയാണ്, നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട്. പണ്ടടുത്ത് ബുഷ് ഉണ്ടായിരുന്ന തീരെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ചട്ടിയിലോട്ടിട്ട്. ഈ അമരയിൽ എന്തോ പ്രാണി വന്ന് കടിക്കുന്നുണ്ട്. നീം ഓയിൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്നെ നല്ല സഹായമാവും. ഞാൻ 1 തവണ ഒന്ന് അടിച്ച് പോയത്, എനിക്കൊന്ന് 2ാമത്തെ തവണ അടിക്കാറായെന്ന്. എന്തോ തിന്നുന്നുണ്ട് ഇവിടെ അമരയുടെ. അമരയ്ക്ക് ഇവിടെ ഭയങ്കര വിലയാണ്. അത് നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തവണ ഐ എം റിയലി ഹാപ്പി. ഇനി അടുത്ത തവണ എന്തായാലും ഞാനത് ഗ്രോ ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഈ വൈനിങ് വെറൈറ്റി അമര ഗ്രോ ചെയ്യുന്നത് ഞാൻ. ഈ കാണുന്ന വെള്ളപ്പൂവൊക്കെ അമരയുടെ പൂവാണ് കേട്ടോ. ശരിക്കും വെരി വെരി ഗുഡ് ചോയ്സ്. ബീൻസ് ഭയങ്കര ചൂട് കൂടുമ്പം സ്ലോ ആവും. അത് കാരണം ഒത്തിരി സ്ലോ ഫേസ് ആണ് ബീൻസിൻ്റെ. കണ്ടല്ലേ, ഇവിടെയൊക്കെ ചെറുതൊക്കെ ഉള്ളൂ. ഞങ്ങൾ ബീൻസ് ഒരു 5-6 ദിവസം കൂടുമ്പോൾ ഒരു കൈ പിടി നിറച്ച് കിട്ടും. ഈ സൈഡിലും 2
പടവലം ഉണ്ട്. അത് ഒന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം, മറ്റേത് ചെറുതാണ്, അപ്പർ സൈഡിലേക്ക് കിടക്കുകയാണ്. എന്റെ എല്ലാ ബെഡിലും മുളകുണ്ട്, എത്തണം നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് മുളക്. ഈ വെറൈറ്റിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അധികം എരിവില്ല. ഞാൻ പിന്നെ മുളക് ചട്ടിയിലും വളർത്തിയിട്ടുണ്ട്. അത് നല്ല എരിവുള്ള വെറൈറ്റിയാണ്. 2-3 ടൈപ്പ് ഉണ്ട് ചട്ടിയിൽ കേട്ടോ. ഇവിടുത്തെ മുളകൊക്കെ നമ്മൾ പറിച്ചു. ഇത് കയാൻ പെപ്പറാണ്. എരിവുണ്ട്, മോശമില്ലാത്ത എരിവുണ്ട്. ഇത് നാട്ടിൽ ഉജ്ജ്വല എന്ന് പറയുന്നതാണ്. നല്ല എരിവാണ് ഇതിന്. ഞാൻ എല്ലാം പറിക്കുന്നില്ല, ചുമന്ന മാത്രമേ പറിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ മുളക് നമുക്കുണ്ട് ഇഷ്ടംമാതിരി. അതിങ്ങനെ നേരെ നേരെ മുകളിലേക്ക് നിൽക്കുന്ന മുളകാണ്. ഉണ്ടോ? എരിവുള്ളത്? നല്ല എരിവുണ്ട്. വെള്ളരി ഞാൻ ഒരെണ്ണേ പറിക്കുന്നുള്ളൂ. 2 ദിവസം മുന്നേ വേറൊരു വലുത് പറിച്ചാണ്. എനിക്ക് ഒരു വെള്ളരിയുടെ ചെടിയുള്ളൂ ആകപ്പാടെ. ഇത് സാമ്പാർ വെള്ളരി ഇതും പറയുമെന്ന്. എനിക്കിന്റെ വിത്ത് സേവ് ചെയ്ത് വെക്കണം. അപ്പം കുറച്ചുകൂടി മഞ്ഞാവാൻ വേണ്ടി വെച്ചേക്കാണത്. 1, 2, 3, 4, 5-ാമത്തെയാണ് ഞാനിപ്പോൾ പറിച്ചത്. എവറി 2-3 ഡേയ്സ് ഞങ്ങൾക്ക് ഇത്രയും തന്നെ പച്ചക്കറി എല്ലാ തവണയും കിട്ടലുണ്ട് കേട്ടോ. ഇത് ആകാശവാഴ തന്നെയാണ്. നമുക്ക് ഈ സമയത്ത് ലേറ്റായിട്ടേ ഇതിൽ പൂവുണ്ടാവുള്ളൂ. പൂവുണ്ടായിക്കൊണ്ടിരിക്കുക. അതേ കണ്ടോ, ഒക്ടോബർ ആകുമ്പോഴാണിത് ഓൾമോസ്റ്റ് നിറച്ചുണ്ടാവുന്നത്. എത്ര ഇത് ആക്ച്വലി ഇറ്റ്സ് എ ബീൻ. ഇതിൻ്റെ ഇംഗ്ലീഷ് പേര് ഞാൻ മറന്നതല്ലോ, ക്ലോവ് ബീൻ. ഇംഗ്ലീഷ് പേര് ക്ലോവ് ബീൻ എന്നാണ്. ക്ലോവ് പോലെയാണ് ഇരിക്കുക. നല്ല സ്വാദാണ് മെഴുക്കോട്ടേക്ക്. എൻ്റെ ഒരു ഫ്രണ്ട് കഴിഞ്ഞ ഇത് ഗ്രോ ചെയ്തിരുന്നു. അപ്പം പുള്ളിക്കാരി കുറച്ച് തന്നിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ സീഡ്സ് ഓഫ് ഇന്ത്യൻ്റെ വിത്ത് വാങ്ങിച്ചാണ്. ഒരു വിത്തും മുളച്ചില്ല. ഏതായാലും ഞാൻ ഇനി സീഡ്സ് ഓഫ് ഇന്ത്യ ഐ ഡോണ്ട് റെക്കമെൻഡ് ഇറ്റ് ഓൾ. ദിസ് ടൈം വാസ് എ വെരി ബാഡ് എക്സ്പീരിയൻസ്. ഇതേ കാണുന്നതാണ് ഞങ്ങളുടെ ആപ്പിൾ ട്രീ. ഞങ്ങൾക്ക് 2 ആപ്പിൾ ട്രീസ് ഉണ്ട്. അതിൽ ഒന്നിലേ കായ്ക്കുന്നുള്ളൂ. ഇത് ഒരെണ്ണമാണ്. കഴിഞ്ഞ കാലത്തെ വീഡിയോയിൽ ഞാൻ അത് കാണിച്ചിരുന്നു. ആക്ച്വലി ആ ആകാശവഴുതന പടർത്തിയേക്കുന്ന ഒരു ആപ്പിൾ ട്രീമിയാണ്. അത് റെഡ് ഡെലിഷ്യസ് ആപ്പിൾ ആണ്. അത് കായ്ക്കാറായിട്ടില്ല. നമ്മൾ മണ്ണിൽ എത്ര പ്രായമുള്ള മരമാണെങ്കിൽ പോലും അത് നട്ടിട്ട് ഒരു 5 കൊല്ലം കഴിഞ്ഞാലേ ആപ്പിൾ കായ്ക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഇനി ഒരു 2 കൊല്ലം കൂടി ഉണ്ട് അതിന്. അപ്പൊ നമുക്ക് ആപ്പിൾ പറിക്കാം. ഞാൻ പലവണ പറഞ്ഞിട്ടുണ്ട് ഈ വെറൈറ്റി ഗോൾഡൻ ഡെലിഷ്യസ് ആണ്. ഇതിന് സിഡാർ റസ് എന്ന് പറഞ്ഞ സാധനത്തിന് ഭയങ്കര പ്രോണാണ്. സീഡർ എന്ന് പറഞ്ഞ മരങ്ങൾ നിങ്ങളുടെ ആപ്പിൾ ട്രീയുടെ അടുത്ത് ഉണ്ടെങ്കിൽ അതിൽ ഒരു എന്താ പറയുക വൈറസ് പോലത്തെ ഒരു സാധനമുണ്ട്. അത് സ്പ്രിങ്ങിൽ മഴയത്ത് നനഞ്ഞിട്ട് വലുതായി ഒരു കണ്ടിന്യൂസ് വികൃത ജീവിയെ പോലെ ഉണ്ടാവും. അടുത്തമ്മയുള്ള ആ സിഡാറിലുള്ള സാധനമാണ്. അത് സ്പോർസ് റിലീസ് ചെയ്യും. ആ സ്പോർ വന്നിട്ട് ആപ്പിളിലെ പൂവിനെ ഇൻഫെക്റ്റ് ചെയ്യും. അങ്ങനെയാണ്. അപ്പം ഞങ്ങളുടെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ അതൊക്കെ സീഡാറാണ് അവിടെ ഉള്ളത്. അതുമല്ല വിത്തിൻ 1 mile റേഡിയസ് ഉണ്ടായാൽ മതി സീഡാറ്. അപ്പോൾ ആപ്പിളിൻ്റെ അടുത്ത് മിക്കവാറും സീഡാറും ഉണ്ടാവും. അതൊരു ഡ്രോബാക്കേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതിന് റെസിസ്റ്റൻ്റ് ആയ വെറൈറ്റി വാങ്ങാം. എനിക്കൊന്ന് റെഡ് ഡെലിഷ്യസ് ഒക്കെ റെസിസ്റ്റൻ്റ് ആണെന്ന്. നമ്മളത് അധികം റിസർച്ച് ചെയ്യാണ്ട് ഒരു വിമ്മിൽ വാങ്ങിച്ചാണ്. അതാണ് നമുക്കിപ്പോൾ ഒരു അബദ്ധം. കാരണം എപ്പോഴും സ്പ്രേ ചെയ്യണം ആപ്പിളിന് കേട്ടോ. അത് കറക്റ്റ് കഴിഞ്ഞ കൊല്ലം നല്ല കറക്റ്റ് സമയത്തായിരുന്നു. കാരണം നല്ല വൃത്തിയുള്ള ആപ്പിളായിരുന്നു. ഇത്തവണ സ്പ്രേ ചെയ്തതിൻ്റെ സമയം തെറ്റിപ്പോയെന്ന് തോന്നുന്നു. എനിക്കൊന്ന് ഞാൻ ലേറ്റായി പോയെന്ന്. അത് കാരണം എല്ലാത്തുമ്മേയും ഇങ്ങനെ കുത്ത് ആണ് ഉള്ളത്, എല്ലാ ആപ്പിളുമേയും. ഇത് പുറത്തേ ഉള്ളൂ കേട്, ഉള്ളിലേക്ക് കേടില്ല. നമ്മൾ ആ സൈഡ് ചെത്തിക്കളഞ്ഞാൽ മതി. കഴുകിയൊക്കെ ചെയ്യാം, ഒന്നും കുഴപ്പമില്ല. ഈ ഇങ്ങനെ കുത്ത് വരും, അതാണ് ഡ്രോബാക്ക് സിഡാർ ആപ്പിൾ റസ്റ്റിൻ്റെ. ടേസ്റ്റ് ഒന്നും കുഴപ്പമില്ല. ഞങ്ങൾ 2-3 കഴിച്ചു നോക്കി. അപ്പോൾ അതാണ് പറ്റിയത്. അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം കൂടി പറയാം. ഇത് ഞങ്ങളുടെ ഫിഗ് ആണ്. ഇതൊരു ഹാർഡി വെറൈറ്റി ആണ്. ഷിക്കാഗോ ഹാർഡി ഫിഗ് എന്നാണ് ഇതിന്റെ പേര്. ഇത് ചട്ടിയിലാണ് നട്ടേക്കുന്നത്. തവണ ഏറ്റവും കൂടുതൽ കായ ഉണ്ടായി കമ്പയർ ടു പ്രീവിയസ് ഇയേഴ്സ്. പക്ഷേ ചെറിയ ചെറിയ ഫിഗ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു അതിന് പെട്ടി മച്ച് ചട്ടിയിൽ മതിയായിന്ന്, മണ്ണിലിടേണ്ട സമയമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫ്രഷ് ഫിഗ് കഴിച്ചിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യൂ. ഭയങ്കര സ്വാദാണ്. അധികം മധുരമൊന്നുമില്ലാത്ത ഒരു നല്ല ഒരു ടേസ്റ്റ് ആണ് അതിന്. ഈ ഒരു മെഡിറ്ററേനിയൻ ക്യൂസീന്റെ ടേസ്റ്റ് ആണ്. അമ്മയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫ്രിഗ് ഇവിടെ ഒന്ന് ട്രൈ ചെയ്തിട്ട് കേട്ടോ. അധികം മെയിൻ്റനൻസ് ഒന്നും ഇല്ലാണ്ട് ഭയങ്കര എളുപ്പത്തിൽ ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് ട്രീ ആണ് ഫിഗ്. വേറൊരു കാര്യം കൊണ്ട് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട്. ഞങ്ങള് കഴിഞ്ഞ ആഴ്ച ഹാർവെസ്റ്റ് ചെയ്ത ഉരുളക്കിഴങ്ങിന്റെ വീഡിയോ ഇത് ഇന്ന് ഹാർവെസ്റ്റ് ചെയ്തതല്ല, പ്രത്യേകം പറയാണ്. ചെറിയ ചെറിയ പൊട്ടേറ്റോ അല്ല, നടുന്ന പൊട്ടേറ്റോ. അത് ട്രാക്ടർ സപ്ലൈ നിന്ന് എനിക്കൊന്ന് $2 ആയിട്ടായിരുന്നു ബാഗിന്. അത് വാങ്ങിച്ചിട്ട് 3 ഗ്രോ ബാഗ് ആസ് യു കെൻ സി ഇതിലാണ് നട്ടിരുന്നത്. ഇതിപ്പോ ഉരുളക്കിഴങ്ങിന്റെ ചെടിയൊക്കെ വാടി തുടങ്ങി. അതാണ് ഇൻഡിക്കേറ്റർ പറിക്കാറായിന്ന്. ഈ ഗ്രോ ബാഗ് ബൈ ദ വേ ആമസോണിൽ ഞാൻ വാങ്ങിച്ചാണ്. ഞാൻ ലിങ്ക് ചെയ്യാം. ഞാൻ ആദ്യമായിട്ടാണ് ഇക്കൊല്ലം ട്രൈ ചെയ്ത ഗ്രോ ബാഗ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഐ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ദിസ്. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാല് ശരിക്കും നമ്മൾ ട്രഷർ ഹണ്ട് നടത്തില്ലേ, അതുപോലെ ഞാനും അമ്മയും കൂടി ഇട്ടിട്ട് തപ്പി കിട്ടിയതാണ് ഞങ്ങളുടെ ഉരുളക്കിഴങ്ങ്. മീഡിയം ടു സ്മോൾ സൈസ് ഉരുളക്കിഴങ്ങാണിത്. ഓർമ്മയില്ല എന്ത് ഉരുളക്കിഴങ്ങ് ഞാൻ നട്ടേന്ന് കേട്ടോ. ഇത് ഇത്രയും ഉരുളക്കിഴങ്ങുണ്ട്. ടേസ്റ്റ് ഇസ് അൺബിലീവബിൾ.
അൺബിലീവബിൾ. ഐ കനോട്ട് ടെൽ യു. അതിന്റെ ടേസ്റ്റും ടെക്സ്ചറും ഫ്രഷ് ഉരുളക്കിഴങ്ങ് ആയതിന്റെ ആയിരിക്കും. തൊലി പോലും കളയേണ്ട ആ ചെറിയ ചെറിയ ഉരുളക്കിഴങ്ങ്. അങ്ങനെ തന്നെ നമ്മൾ കൂട്ടാനൊക്കെ വെക്കാം, മുട്ടക്കറിയൊക്കെ വെക്കുന്നതിൽ ഒരു ബട്ടറിന്റെ അത്രയും സോഫ്റ്റും ആണ്, നല്ലൊരു സ്വാദുമാണ് ഇതിന് കേട്ടോ. അനദർ വെരി ഈസി വെജിറ്റബിൾ ടു ഗ്രോ. അമ്മ പറഞ്ഞിട്ടുണ്ട് ഇത്രയും സ്വാദുള്ള ഉരുളക്കിഴങ്ങ് ഏതായാലും അമ്മ കഴിച്ചിട്ടില്ലാണ്. അപ്പൊ ഗോയിങ് ഫോർവേഡ് എന്തായാലും ഉരുളക്കിഴങ്ങ് ഇനി ഗ്രോ ചെയ്യണമെന്ന് നിർബന്ധമായിട്ട് പറഞ്ഞേക്കാണ് അമ്മ. അപ്പോൾ അതെ ഇന്നത്തെ വിളവെടുപ്പാണ്. പീച്ചിങ്ങ കുറേ കിട്ടിയിട്ടുണ്ട്. പിന്നെ ആപ്പിൾ ഞാൻ പറഞ്ഞ പോലെ നിറച്ചുണ്ട്, പക്ഷെ കേടാണ്. കഴിഞ്ഞത്തേക്കാട്ടിലും കൂടുതൽ ആപ്പിൾ ഉണ്ട്. എന്ത് ചെയ്യാനാ, കുറേ വീണ് പോയിട്ടാണ് ഇത്രയുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുത്തുകളാണ് മുഴുവനും. ഈ സൈഡൊക്കെ ചെത്തിക്കളണം. കുറച്ച് സ്ഥലത്ത് കുത്തിരി ഓട്ട പോലെ ഉണ്ട്. അപ്പം കംപ്ലീറ്റ് ഈ സൈഡ് ചെത്തി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും. ഈ സാധനങ്ങളൊക്കെ പീച്ചിങ്ങയും വെണ്ടയ്ക്കയും വെള്ളരി അമരയൊക്കെ എവറി 2-3 ഡേയ്സ് നമുക്ക് ഇത്രയും തന്നെ കിട്ടുന്നതാണ്. 2 വെള്ളരി ബാക്കി ഞാൻ പറിച്ചില്ല എന്ന് വെച്ചാൽ ഞങ്ങൾ വിത്തിന് വേണ്ടി വെച്ചേക്കാണ്, കുറച്ചും കൂടി മഞ്ഞയാവട്ടെ എന്ന് വിചാരിച്ചിട്ട്. വെണ്ട, വലിയ ബജിമുളക്, എരിവുള്ള മുളക്, again ഇത് ഇഷ്ടംമാതിരി പറിക്കാണ്ട് പറിച്ചിട്ടില്ല. ബജിമുളകും ഇഷ്ടംമാതിരി ഉണ്ട്. ബീൻസ്, അമരതേ, തക്കാളി ഇതുപോലെ കുറേ നാൾ പറിച്ചു വെച്ചിരിപ്പുണ്ട്. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഞങ്ങളുടെ ഈ ചെറിയ ഞാൻ പറഞ്ഞ പോലെ 3 ബെഡേ ഉള്ളൂ. പിന്നെ 2 ചട്ടിയിലും വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അവിടെ നിന്ന് 2 ദിവസത്തെ ഗ്യാപ്പ് ഇട്ടുള്ള വിളവെടുപ്പാണ് ഇത്രയും. അപ്പോൾ ഡെഫിനറ്റ്ലി പലരും ചോദിക്കും ഇസ് ഇറ്റ് വർത്ത് ദി എഫേർട്ട് എന്ന്. ഡെഫിനറ്റ്ലി വർത്ത് ദി എഫേർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ വളർത്തുന്ന പച്ചക്കറി ഓഫ്കോഴ്സ് നമ്മൾ ഓർഗാനിക്കലി വളർത്തുകയാണ്. അപ്പോൾ ഒരു വിഷമൊന്നുമില്ല. സ്വാദ് സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറെൻ്റ് ആണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനെക്കാട്ടിലും നമ്മൾ വീട്ടിൽ നിന്ന് ഫ്രഷ് സാധനം കഴിക്കുമ്പോൾ. അപ്പം ഹോപ്പ്ഫുള്ളി ദിസ് ഇസ് ഇൻസ്പയർഡ് അറ്റ്ലീസ്റ്റ് സം ഓഫ് യു ടു സ്റ്റാർട്ട് എ വെജിറ്റബിൾ ഗാർഡൻ. നമുക്ക് അടുത്ത ആഴ്ച വേറെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.